ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ തോന്നലുകളിൽ വിശ്വസിക്കാറുണ്ടോ? അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് തോന്നും അത് ചെയ്യണ്ട എന്ന്. എന്നാലും നമ്മൾ അത് ചെയ്തിട്ട് പിന്നെ നമ്മളിരുന്ന് ആലോചിക്കും, അയ്യോ അതെന്തിനാണ് ചെയ്തത്, എനിക്ക് മുൻപേ അത് തോന്നിയതായിരുന്നു എന്ന്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പിൻ കാണും, അല്ലെങ്കിൽ ഒരു സ്ലൈഡ്, ക്ലിപ്പ്, കമ്മല് എന്തെങ്കിലും തറയിൽ കിടക്കുന്ന കാണും. നമ്മൾ മടി കാരണം അത് എടുത്ത് വെക്കത്തില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ ആ ഒരു സെയിം സാധനം അവിടെ കിടക്കുന്ന കാണും, എന്നാലും മടി കാരണം എടുത്തു വെക്കില്ല. പക്ഷെ അതിൻ്റെ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ആവശ്യം വരും, ആ ഒരു സാധനത്തിൻ്റെ ആവശ്യം വരും. അപ്പം നമ്മൾ ആലോചിക്കും, അയ്യോ അന്ന് അത് അവിടെ കിടന്നതാണ്, എടുത്ത് വെക്കാനുള്ളതായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ അത് കാണുന്നില്ല എന്നുള്ളത്. അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ അങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം എൻ്റെ അടുത്ത് കണ്ടാൽ, ഞാനത് മുമ്പൊന്നും എനിക്ക് നമ്മളിങ്ങനെ കാണും, നമ്മൾ വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റ് ആയി പോകും. പക്ഷേ ഞാൻ ഈ ഒരു സാധനം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് റോണ്ട ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ ബുക്ക് വായിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ബുക്കാണ് കേട്ടോ അത്. അതായത് നമ്മളുടെ പ്രകൃതി തന്നെ നമുക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു തരും, നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഇൻസിഡൻസ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ അത് ഡിസ്ട്രാക്റ്റ് ആയി വേറെ പണിക്ക് പോവാതെ, അത് എന്തുകൊണ്ടാണ് ഞാൻ അത് കണ്ടത്, ഒന്ന് അവിടെ നിന്ന് അത് ചിന്തിച്ച് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ കുറേയൊക്കെ എന്നെ കൊണ്ട് പറ്റാറുണ്ട്. ചില സമയത്ത് നമുക്ക് മാനസികമായി നമ്മൾ അത്ര ശരിയല്ലാത്ത നിമിഷങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മനസ്സിനെ പാകപ്പെടുത്തി, അല്ലെങ്കിൽ മനസ്സിൽ കൂടി ഞാൻ പോലും അറിയാതെ ഞാൻ വിഷ്വലൈസ് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ കിട്ടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഊഫറിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഇവിടെ ഒരു ഫിലിപ്സിൻ്റെ സെറ്റ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു പൊട്ടുന്ന പാത്രം ജോമോൻ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൂത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ പാത്രം കാണുന്നുണ്ട്. പക്ഷേ ഞാൻ സാധാരണ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആ പാത്രം അവിടെയല്ലേ ഇരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ എൻ്റെ മനസ്സിൽ ഒന്നും അന്നേരം വന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് വേറെന്തോ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോഴും ഞാൻ ഈ പാത്രം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് TV ഇട്ടു. അവസാനം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ട് ഈ പാത്രം ചെന്ന് വീണ് അത് പൊട്ടി. അതായത് അടുത്തത് വരാനിരിക്കുന്ന പല കാര്യങ്ങളും ഈ പ്രകൃതിയായിട്ട് തന്നെ നമ്മളെ കാണിക്കുമെന്നാണ് ഈ ഒരു ബുക്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിന്റെ തന്നെ പല വേർഷൻസ് ഉണ്ട് കേട്ടോ. ദ പവർ, മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് റോണ്ട ബ്രെയിൻ്റെ തന്നെ പല ബുക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നമുക്ക് പറ്റും. അങ്ങനെ ആ പാത്രം ചെന്ന് വീണ് അത് പൊട്ടിപ്പോയി. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞല്ലോ, പിന്നെ അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ വേറൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അതായത് 2016 ഞാൻ ഇറാഖിൽ നിന്ന് എൻ്റെ ജോലി കഴിഞ്ഞ്, അതായത് ഞാൻ നഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ജോലി കഴിഞ്ഞ് 2016 കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തുന്നു. ഞാൻ എൻ്റെ അമ്മയെയും എൻ്റെ കസിൻ സിസ്റ്ററിനെയും കൊണ്ട് പാവനാശിനി കടൽപ്പുറത്ത് പോവുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അടുത്താണ് വർക്കല സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ പാവനാശിനി കടപ്പുറത്ത് പോയി ഞങ്ങൾ ഭയങ്കരമായി സന്തോഷിച്ച്, ഞാനും എൻ്റെ ഈ കസിനും കടലിൽ കുളിക്കുവാണ്. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇറങ്ങി നിന്ന് ഇങ്ങനെ തിരമാല വരുമ്പോൾ പൊങ്ങിച്ചാടിയൊക്കെ ഞങ്ങൾ ആസ്വദിക്കുവാണ്. അപ്പോൾ എൻ്റെ അമ്മ, ഞങ്ങൾ രണ്ടുപേരും ഈ സന്തോഷിക്കുന്ന കണ്ടിട്ട് കരയിൽ നിന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ച് നമ്മളോട് ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ പോവുകയാണ്. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ അമ്മ 2 പേരെടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ 2 ആൺപിള്ളേരാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 28-30 ആ ഒരു ഏജാണ് വരുന്നത്. മെലിഞ്ഞിട്ടുള്ള 2 പേരാണ്. അവരെ മുഖമൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഇവർ സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. 2 എൻ്റെ മക്കളാണ് എന്നൊക്കെ എൻ്റെ അമ്മ പറയുന്നുണ്ട്.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഇവർ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് നടന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തുവാ അവർ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഇവരെ അടുത്ത് നടന്ന് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് നടക്കുമ്പോഴും ഞാൻ നോക്കുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് ഇതിലെ ഒരു പേഴ്സൺ, അതായത് ഈ സംസാരിക്കുന്ന ഒരു പുരുഷൻ, അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എസ്പെഷ്യലി എന്നെയല്ല, എൻ്റെ ഈ കസിൻ സിസ്റ്ററിനെയും എൻ്റെ അമ്മയെയും ഒക്കെ വളരെ സ്ട്രേഞ്ച് ആയിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ എന്തോ അദ്ദേഹം നമ്മളെ ഇങ്ങനെ കണ്ടിട്ട് എന്നാലും ഇവർക്ക് ഇങ്ങനെ വന്നല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഒരാളെ കണ്ട് നോക്കത്തില്ലേ, എന്നാലും ഇങ്ങനെയൊക്കെ വന്നല്ലോ ഇവർക്ക് എന്നുള്ള രീതിയിലുള്ള നോട്ടം. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങോട്ട് നടന്നു പോയത്. അപ്പം ഞങ്ങളങ്ങ് ചെന്നു. എന്ന് വെച്ചാൽ നന്നായിട്ട് അർമാദിക്കുകയാണല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ആ ചോദിക്കുന്നതിൽ പുള്ളിക്ക് ഒരു അസൂയൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ പറയത്തില്ലേ, അതായത് ഇത് നിന്റെ അവസാനത്തെ സന്തോഷമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പറച്ചിലായിരുന്നു അത്. എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന് ഞങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, എന്നാലും ഒരു ദയയോ എന്തോ അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട്. ഇത് വലിയൊരു ആളുമല്ല, ഞാൻ പറഞ്ഞല്ലോ 30 ആ ഒരു ഏജൊക്കെ കാണത്തുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് ഇയാളെന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഞാനൊന്ന് ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി. ഇയാള് അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങ് നടന്നു പോയി. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്തുവാ ഇവർ ഈ പറഞ്ഞത്, നിങ്ങൾ എന്നാ സംസാരിച്ചതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞ്, മോളെ ഇവർ പറഞ്ഞതെന്ന് പറയുന്നത് അമ്മ വലിയൊരു പ്രതിസന്ധിയിലോട്ട് പോവുകയാണ്, അമ്മയുടെ കാലിനടിയിലെ മണ്ണ് വരെ ഒലിച്ചു പോകും, അമ്മ നിൽക്കുന്ന കാലിനടിയിലെ മണ്ണ് വരെ ഒലിച്ചു പോകും, അമ്മയ്ക്ക് എല്ലാം നഷ്ടമാകും. ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ ഇവൻ ഈ ചോദിക്കുന്നത്, ഇത് മക്കളാണല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷിക്കുവാണല്ലോ എന്ന് ഈ ചോദിക്കുന്ന. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് എൻ്റെ ഈ കസിനെയും എൻ്റെ അമ്മയെയും ഈ വ്യക്തി നോക്കുന്നത്. ഈ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകും, ഭയങ്കരമായ കഷ്ടകാലം വരുന്നുണ്ടെന്നാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ഇയാളെ നോട്ടത്തുനിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ കസിനും എൻ്റെ അമ്മയും മരിച്ചുപോയി എന്നുള്ള ഒരു രീതിയിലുള്ള നോട്ടവും സംസാരവുമായിരുന്നു ഇയാൾക്ക്. അതും കൂടിയാണ് എനിക്ക് ഇയാളുടെ അടുത്ത് ഒരു ദേഷ്യം പോലെ അന്നേരം ഞാൻ ഇയാളെ സ്ട്രെയിഞ്ച് ആയിട്ട് ഭയങ്കര ദേഷ്യം വന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇത്ര സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു സ്ട്രെയിഞ്ചർ വന്ന് നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? അപ്പോൾ എനിക്ക് തോന്നി ഇവനെന്തോ അസൂയയാണ്, അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നതെന്നും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്നിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സംസാരം ഈ സന്തോഷം കാണിക്കുന്ന നിമിഷത്തിൽ വന്ന് ഈ പറഞ്ഞതെന്ന്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ജലസോ ഒന്നും കാണാനും കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ മനസ്സിൽ എവിടെയോ ഇതിങ്ങനെ ഒരു വേദനയായി കിടന്നു. പിന്നെ ഞാൻ അതുമായിട്ടങ്ങ് മറന്നുപോയി. ഡിയർ ഫ്രണ്ട്സ്, പെട്ടെന്നാണ് എൻ്റെ ലൈഫിൽ വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ വീക്സിനുള്ളിൽ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മറിയുമായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ആ നിന്ന വീട് തന്നെ ഞങ്ങൾക്ക് നഷ്ടമായി. അതായത് അവിടെ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. അത് ഞങ്ങളുടെ വീടല്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. അതിനുള്ള കാരണങ്ങൾ, അതായത് ഒരു 10, 18, 20 വർഷമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്, അതായത് നമ്മളെ കുടുംബ വീടാണ് അത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. അത് ആരുടെയും തെറ്റല്ല, പക്ഷെ അതിനുള്ള കാരണങ്ങളൊക്കെ ഇങ്ങനെ പറ വരുന്ന ഒരവസ്ഥ നമ്മൾ പോലും വിചാരിക്കുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ. അതും മാത്രമല്ല, എൻ്റെ മുമ്പത്തേക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയൊരു ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറി മറിഞ്ഞു. എൻ്റെ ഈ കസിൻ്റെ ലൈഫ് വലിയൊരു രീതിയിലോട്ട് ട്വിസ്റ്റായി, അവളുടെ ലൈഫ് പോയി. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ലൈഫ് മൊത്തത്തിൽ മാറി മറിഞ്ഞു. അതായത് നിങ്ങൾ ആലോചിക്കണം, അമ്മ ജനിച്ച് വളർന്ന വീടാണ്, ആ വീട്ടിലേന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ. അതായത് ആ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് ആ വ്യക്തി പറഞ്ഞത് എന്തുകൊണ്ടും ശരിയായി. അന്നൊന്നും നമ്മൾ ഇത് ഓർക്കുന്നില്ല, ഈ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത് ഒന്നും നമ്മൾ ഓർക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചോളണം. അത് കഴിഞ്ഞ് ഇത് നടക്കുന്നത് 2016 അത് കഴിഞ്ഞ് 2019, 20 ഈ 2 വ്യക്തികളും മരണപ്പെട്ടു. അതായത് എൻ്റെ അമ്മയും എൻ്റെ കസിനും മരണപ്പെട്ടു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തി എൻ്റെ കസിനെയും അമ്മയെയും നോക്കുന്നത് കണ്ടാൽ
ഇവർ മരിച്ചു പോയി അല്ലെങ്കിൽ മരിച്ചു പോകുമല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് നോക്കിയത്. മരണപ്പെട്ടു പോയി എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം നോക്കുന്നത്. അതെനിക്ക് നല്ല വ്യക്തമായി അത് മനസ്സിലായി. എന്തോ ഒരു വിഷമത്തോടു കൂടി, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമല്ലോ അല്ലെങ്കിൽ സംഭവിച്ചല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു സ്ട്രേഞ്ചർ അവരെ രണ്ടുപേരെയും നോക്കിയത്. ഇവർ മരണപ്പെട്ട ശേഷമാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ബോധത്തിൽ തിരിച്ചു വരുന്നത്. അതായത് ഈ അത്രയും നാൾ ഒരു ഡിപ്രഷനിൽ പോയി, അത് കഴിഞ്ഞ് പിന്നെ അമ്മ മരിച്ചപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ വീണ്ടും ഒരു അടുത്ത ഡിപ്രഷനിലോട്ട് പോകും. എന്നാലും ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് പിറകോട്ട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രേഞ്ചറിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും, അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതെല്ലാം അതുപടി സംഭവിച്ചല്ലോ. ഇതൊക്കെ ഇങ്ങനെ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് വിശ്വസിക്കാൻ വേറൊരു കാര്യമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതായത് നമ്മളെ നാട്ടിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, അതായത് പബ്ലിക്കൊക്കെ നന്നായിട്ട് അറിഞ്ഞ ഒരു ഇൻസിഡൻ്റ് ആണ്. ആ ഒരു ഇൻസിഡൻറ്റ് മുൻകൂട്ടി സ്വപ്നം കണ്ട ഒരു വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. സ്വപ്നം കാണുകയും ഒരു ഇൻസിഡൻറ്റ് അതുപടി തന്നെ ആ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പത്രത്തിൽ വായിക്കാൻ ഇട വന്നപ്പോൾ ഈ ഒരു എൻ്റെ ഫ്രണ്ട് നിലവിളിച്ച ഒരു ഇൻസിഡൻറ്റും ഉണ്ട്. അതായത് ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള കഴിവ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ തോട്ട്സിനെ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ചില തോന്നലുകളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ഈ റോണ്ട ബ്രെയിൻ്റെ ബുക്ക് വാങ്ങുകയും ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് ഞാൻ വാങ്ങിയത്. ഇപ്പം അത് വാങ്ങാൻ പറ്റാത്തവർക്ക് നമ്മൾ അതിൻ്റെ ആ പേര് അടിച്ചു കൊടുത്താൽ അതിൻ്റെ PDF-ൻ്റെ ഫ്ലിപ്പ് ബുക്ക് വരും കേട്ടോ. നമുക്കിങ്ങനെ മൊബൈലിൽ തന്നെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വായിക്കാൻ പറ്റും, PDF-ൽ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ. അപ്പം ഞാൻ അതിൻ്റെ ദ മണി പവർ അങ്ങനെയുള്ള കുറേ വേർഷൻസ് ഉണ്ട് റോണ്ട ബ്രെയിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ അതിൻ്റെ പിക്ചേഴ്സും കൂടെ കൊടുത്തേക്കാം. നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറ്റും ഈ ബുക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവ് തോട്ട്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരാളെ പ്രാപിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് അഴുക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പണമില്ലല്ലോ, നമ്മൾ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതാണ് നമ്മൾ കൂടുതൽ നമ്മളെ ലൈഫിലോട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെ ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും പോയി രക്ഷപ്പെടത്തില്ല. എന്നാൽ നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ഇരുന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്കിനി വേണ്ടത് മണിയാണോ, പവറാണോ, ഫെയിം ആണോ എന്നുള്ളത് നമ്മളിങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വഴി അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അത് ഒത്തിരി നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ കഴിയും. ഇപ്പോഴും ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് എൻ്റെ പല കാര്യങ്ങളും ഞാൻ നേടാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. പക്ഷേ കൂടുതൽ പവർ ഇതിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ മൈൻഡ് പവർ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങൾക്കിനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ അത് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫിൽ ഇനി എങ്ങോട്ടാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ അത് മനസ്സിലാക്കി തരും നമ്മുടെ മൈൻഡ് തന്നെ. നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയാണ് നമുക്ക് പലതും തോന്നുമ്പോൾ ഒരിടത്ത് നമ്മൾ ജോലിക്ക് കയറണോ വേണ്ടേ, നമ്മളുടെ മനസ്സിൽ കാണും അവിടെ കയറണ്ടെന്ന് ആരോ ഇരുന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും. എന്നാലും നമ്മൾ ചെന്ന് തല വെച്ച് കൊടുക്കും. അവസാനം പണി വാങ്ങി കൂട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കും, അന്നേ ഞാൻ ചിന്തിച്ചതാണ്, എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറഞ്ഞതാണ് ഈ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളത് എന്ന് നിങ്ങൾക്ക് പലവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, പബ്ലിക്കിൽ നടന്ന ഒരു ഇഷ്യൂ മുൻകൂട്ടി സ്വപ്നം കണ്ടിട്ട് അത് പത്രത്തിൽ വായിച്ചപ്പോൾ അലമുറയിട്ട് കരഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഇൻസിഡൻറ്റ് ഏതാണെന്നും ആ വ്യക്തി എന്താണ് കണ്ടതെന്നും ഒക്കെ ഉള്ളത് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഇതുവരെ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനുമായിട്ട് ഇത് ഷെയർ ചെയ്യാത്തത്. ആ വ്യക്തി ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കുന്നതായിരിക്കും.
അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മറ്റുള്ളവരെ നശിക്കാൻ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കേഴ്സ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അഴുക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലാണ് അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പവർ, ആ നെഗറ്റീവ് എനർജി നിങ്ങൾക്കാണ് വരുന്നത്, നിങ്ങൾക്കാണ് അത് വന്നു ചേരുന്നത്. അത് ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ പല നിയമങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മൾ നോക്കിയാൽ നമുക്കത് അറിയാൻ കഴിയും. അതുകൊണ്ട് പ്രകൃതി നമുക്ക് ഇങ്ങനെ നമ്മളെ ലൈഫിൽ നല്ലത് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് നല്ലൊരു എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ഒന്ന് മാറ്റിയിട്ട് നമ്മളെ മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് വെക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഇങ്ങനത്തെയൊക്കെ ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ, ഇതാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.